ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെലസ്റ്റിയൽ ഹാർപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ഒരു പ്രാവശ്യം കൂടി വചനം ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി ദൈവത്തിന് ആയിരം സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 1. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സെലസ്റ്റിയൽ ഹാർപ്പ് ഗ്രൂപ്പായി ഇന്ന് ഞങ്ങൾക്കൊരു ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാൻ തന്ന കൃപകൾക്കായി ദൈവത്തിന് ആയിരം സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കുമാറാക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ വണ്ണം നീ ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സെലസ്റ്റിയൽ ഹാർപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ ചിറകടിയിൽ കാത്തുപരിപാലിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളും ദൈവവുമായുള്ള സംഭാഷണം, അതായത് സംസാരം. പ്രെയർ ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്. പ്രാർത്ഥനയ്ക്ക് 4 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമതായി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമതായി നമ്മുടെ പാപങ്ങൾ, അതായത് നമ്മുടെ കുറവുകൾ ഏറ്റുപറയണം. മൂന്നാമതായി നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നാലാമതായി നമ്മുടെ ആവശ്യഭാരങ്ങൾ ദൈവത്തോട് പറയണം. ലൂക്കോസ് 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ താഴോട്ട് വായിക്കുമ്പോൾ പരീശന്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. പ്രാർത്ഥന മൂലം അനുഗ്രഹങ്ങൾ ലഭിച്ച ബൈബിലുള്ള 6 വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1. അബ്രഹാമിൻ്റെയും സാറായുടെയും വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന മൂലം അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ അവർക്കൊരു മകനെ ദൈവം കൊടുത്തു. അതാണ് ഇസഹാക്ക്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഹന്നായുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഫലമായി എൽക്കാനയ്ക്കും ഹന്നയ്ക്കും ഒരു മകനെ ദൈവം അവർക്ക് കൊടുത്തു. അതാണ് ശൗമേൽ. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 3. ഇയ്യോബിന് മക്കളും സ്വത്തുവകളും ആടുമാടുകളും എല്ലാം നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇയ്യോബിന്റെ ശരീരം മുഴുവൻ പരുക്കുകളാൽ നിറഞ്ഞു. സ്വന്തം ഭാര്യ പോലും ഇയ്യോബിനെ തള്ളിപ്പറഞ്ഞു. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയുക എന്ന് പറഞ്ഞു. ഇയ്യോബ് അപ്പോൾ ഭാര്യയോട് പറഞ്ഞത്, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ദൈവത്തോട് യാചിക്കണം. 4. സിംഹക്കുഴിയിൽ കിടന്നിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ച ദാനിയേൽ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവം ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് നമുക്ക് സങ്കീർത്തനം 121 കാണാൻ സാധിക്കും. 5. ഏലിയാവിൻ്റെ പ്രാർത്ഥന മൂലം 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ പിന്നെയും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. 6. ദൈവം യോനായോട് നിനവയിലേക്ക് പോകുവാൻ പറഞ്ഞു. യോന ദൈവവാക്കനുസരിക്കാതെ തർശീസിലേക്ക് പോയി. അതിൻ്റെ ഫലമായി ദൈവം പെരുങ്കാറ്റും സമുദ്രത്തിൽ വലിയൊരു കോളും ഉണ്ടായി. അങ്ങനെ കപ്പലുണ്ടായിരുന്നവർ യോനായെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞു.
യോനയെ വിഴുങ്ങുന്നതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. അപ്പോൾ യോന ദൈവത്തോട് അനുതപിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. സങ്കീർത്തനം 17:1 നമുക്ക് കാണാൻ സാധിക്കും. യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ആരോടെങ്കിലും വല്ല പിണക്കവും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കണം. എങ്കിൽ മാത്രമേ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പിഴകളെയും ക്ഷമിക്കുകയുള്ളൂ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിലുള്ള ദൈവേഷ്ടം. നമ്മൾ സുഖകാലത്തും ദുഃഖകാലത്തും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കണം. നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ കാര്യങ്ങൾ തക്ക സമയത്ത് നടത്തി തരുവാൻ മതിയായവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഏത് സമയത്ത് എങ്ങനെ എവിടെ വെച്ച് തരണമെന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ മുൻപേ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പ്രാർത്ഥനയുടെ മറുപടി ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് അതിൻ്റെ മറുപടി പെട്ടെന്ന് ലഭിക്കാം, ചിലപ്പോൾ അതിന് താമസം വരേണ്ടി വരും. അതാണ് പറഞ്ഞത്, ദൈവത്തിനറിയാം നമുക്ക് നൽകേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഏത് സമയത്ത് തരണമെന്നുള്ളത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നുള്ള സ്വർഗീയ ശബ്ദത്തിനായി നാം കാതോർത്തിരിക്കണം. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവം. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾ തുറക്കും. നമ്മുടെ ഈ കൂട്ടത്തിൽ പ്രാർത്ഥനയുടെ ശക്തി അറിയാത്തവർ ആരും തന്നെയില്ല. രോഗങ്ങളാൽ, പ്രയാസങ്ങളാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ജോലി ഉണ്ടായിട്ടും സാലറി ലഭിക്കാത്തവർ, ജോലിയിലെ സ്ട്രെസ്, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, തനിയെ താമസിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത്, അങ്ങനെ പല പല വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? 1. അബ്രഹാമിനെ പോലെയും ഇയ്യോബിനെ പോലെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരിക്കണം. ഹന്നയെ പോലെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയായിരിക്കണം. ഏലിയാവിനെ പോലെയും ദാനിയേലിനെ പോലെ മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയായിരിക്കണം. യോനയെ പോലെയും ചുങ്കക്കാരനെ പോലെയും അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ യാചന നൽകുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നമ്മുടെ യാചന കേൾക്കുന്ന ദൈവം കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.